ഇന്നൊരു പഴയ കാല ഒരു റെസിപ്പിയിലോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുമ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങളെയും കൂടി ഒന്ന് കൂട്ടിയാലോന്നേ. അപ്പോൾ പറ്റുന്നവർക്ക് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഭയങ്കര വലിയവർക്കായാലും ചെറിയവർക്കായാലും ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ ഇന്നും വരുന്നത്. എല്ലാവരും വിചാരിക്കേണ്ട ഇന്നും ഈ പായസമേ ഉള്ളൂന്നേ, എന്തെങ്കിലും പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കണ്ടേ. അപ്പം എൻ്റെ അടുത്തുള്ള നെയ്ബർ പറയും, നിങ്ങളെല്ലാം ഭയങ്കര ഹെൽത്തി ആയിട്ടാണോ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കട്ടെ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു പങ്ക് അവർക്കും കൊടുക്കാറുണ്ട്. അതൊക്കെയല്ലേ നമ്മുടെയൊക്കെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ പച്ചരിയും പേരെന്താണെന്ന് പറഞ്ഞില്ല അല്ലേ, ഉലുവ പായസമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ഉലുവയും പച്ചരിയും കൂടെ നമ്മൾ വെള്ളത്തിൽ പുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഈ ഉലുവ പച്ചരി പുതിർക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ കുക്കറിൽ നമ്മൾ കുറച്ചും കൂടി ഗ്യാസ് ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പുതിർത്ത് കഴുകിയിട്ട് നമ്മൾ കുക്കറിൽ ഒരു 3 വിസിൽ, ഉപ്പൊന്നും ഇടാതെയാണ് കേട്ടോ വേവിക്കുന്നത്, വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ ഈ പച്ചരിയും ഉലുവയൊക്കെ. ഉലുവ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒരു 2 സ്പൂണ് ഉലുവ മാത്രമാണ് എടുത്തത്. ഉലുവ നന്നായിട്ട് എടുക്കാം, പക്ഷേ അതൊരു കയ്പ്പ് രസമാണല്ലോ, നമുക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ശരിക്കും പറഞ്ഞ് ഒഴിക്കേണ്ടത്. പക്ഷേ എനിക്ക് തേങ്ങാപ്പാൽ ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അത് പാലിൽ ഒതുക്കി. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ഗുണമൊന്നും പാലിന് കിട്ടത്തില്ല, പക്ഷേ എങ്കിലും കുഴപ്പമില്ല, നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴേ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തന്നെ ഉണ്ടാക്കണേ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു നുള്ള്, എൻ്റെ ശർക്കരയ്ക്ക് തീരെ എന്താ പറയുക ഉപ്പില്ലാത്തൊരു ശർക്കരയാണ്, പിന്നെ കളറും തീരെയില്ലേ. അപ്പം ഞാൻ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒരു 3-4 ഏലക്കായ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അത് നമ്മൾ എല്ലാം ഒന്ന് നന്നായിട്ട് ഉടച്ച് കുറുകി വരുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ഒരു കുഞ്ഞു പാത്രത്തിൽ നമുക്ക് വറുത്തിടേണ്ടത്, ഇതിൻ്റെ മെയിനായിട്ടൊരു ഫ്ലേവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ജീരകമാണ് കേട്ടോ. അപ്പോൾ ജീരകമാണ് ഞാൻ വറുത്തിടുന്നത്. അപ്പോൾ വേണ്ടുന്നവർക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഈ ജീരകത്തിൻ്റെ കൂടെ വറുത്തിടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ജീരകം മാത്രമേ വറുത്തിടുന്നുള്ളൂ. പിന്നെ നമ്മൾ നെയ്യാണ് കേട്ടോ. നെയ്യ് എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ പച്ചയോട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, ചൂടാക്കിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ചധികം നെയ്യ് എടുത്തിട്ട് അത് ചൂടാക്കിയിട്ട് ഒന്ന് അതിൽ തൂക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുമ്പോഴേ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ദൈവമേ ഇത് ഇത്ര എന്നിട്ടാണ് ഞാൻ ഒരു ഗ്ലാസ് മാത്രം എടുത്തുള്ളേ. പക്ഷേ അത് ലാസ്റ്റ് ആകുമ്പോഴേക്ക് എനിക്ക് കിട്ടിയില്ല എന്ന് പറയാം കേട്ടോ. ഒറ്റൊരു സ്പൂണാണ് കേട്ടോ ഞാൻ ടേസ്റ്റ് നോക്കിയത്. എൻ്റെ മനസ്സ് നിറഞ്ഞു കേട്ടോ എല്ലാവരും കഴിച്ചപ്പോൾ.